മറുപടി ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് മറുപടി ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും മറുപടി ഇല്ല. അപ്പൊ ഇതോടെ അദ്ദേഹം ജനങ്ങളുടെ ചിന്ത തന്നെ മാറ്റാൻ തുടങ്ങി. ബ്രാഹ്മണന്മാരുടെ മൊണോപ്പൊളി, ആ കൺട്രോൾ ഉണ്ടായിരുന്നു, അതിനെ അദ്ദേഹം ഒറ്റക്കെട്ടിൽ തകർത്തി. അന്ധവിശ്വാസങ്ങൾ, പല ജാതികളുടെ പേരിൽ പലവരെ ക്ഷേത്രത്തിന് പുറത്താക്കി. സാധാരണ സാമൂഹ്യ ജീവിതത്തിൽ ശരിക്കുള്ള പങ്കെടുക്കാൻ സാധിക്കാത്ത സ്ഥിതിയിൽ കൊണ്ടുവന്നതിന് അദ്ദേഹം മാറ്റാൻ സാധിച്ചു. ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുത്തു. ആ സ്വയം തിരിച്ചറിയണം നമ്മൾക്ക്. നമ്മളും മറ്റേ ആളുടെ ഇടയിൽ ഒരു വ്യത്യാസമില്ല, ഒരേ ആത്മാവാണ് നമ്മുടെ ഇടയിൽ. ആ സന്ദേശം ഒരു ആത്മീയതയുടെ സന്ദേശമായിട്ടാണ് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹത്തിന്റെ സംസാരം നമ്മളുടെ മന്ത്രി പറഞ്ഞ പോലെ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ട്, ഒരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഇവിടെ ഇരുന്ന് സംസാരിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദേശം ക്ഷേത്രത്തെക്കുറിച്ച് മാത്രമായിരുന്നില്ലേ, നമ്മുടെ സാമൂഹിക ജീവിതത്തിലും ഇങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മളെല്ലാം ഒരുപോലെ കാണണം. ആ സഹോദര്യം നമ്മൾക്ക് നിർബന്ധമുള്ളത് എന്തുകൊണ്ടാണ്? കാരണം ആ ആത്മാവ് നമ്മളെല്ലാവരെയും അകത്തുള്ള ആത്മാവാണ്. ആ ആത്മാവിൻ്റെ ഒരു ഭാഗം എൻ്റെ അകത്തുണ്ടെങ്കിൽ, എൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗം, ആ ഒരേ ആത്മാവിൻ്റെ ഭാഗം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, നമ്മളുടെ ഇടയിൽ ജാതിയുടെ പേരിൽ വിദ്വേഷമോ ഒരു വ്യത്യാസങ്ങളോ കൊണ്ടുവരാൻ പാടില്ല. ഇതൊരു സിമ്പിൾ സന്ദേശമാണ് നമ്മൾ ഇന്ന് 137 വർഷം കഴിഞ്ഞിട്ട് ആഘോഷിക്കുമ്പോൾ ഓർക്കേണ്ടത്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രതിഷ്ഠ ചെയ്തിട്ട് നമ്മളെല്ലാവരെയും പഠിപ്പിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സന്ദേശമാണ് കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഇടയിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശമായത്. ശരിക്ക് പറയുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ ഭരണഘടനകത്തുള്ളൊരു സന്ദേശം കൂടിയാണ് ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചത്. ബാബാ സാഹേബ് അംബേദ്കർ എന്താ പറഞ്ഞ? നമ്മളുടെ ഭരണഘടന എഴുതുമ്പോൾ അദ്ദേഹം ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞ വാക്ക്, സഹോദര്യം അകത്തിടാൻ പറഞ്ഞത് കാരണം ഇതന്നെയായിരുന്നു. നമ്മളെല്ലാവരും ഒരേ ഒരു സമയത്ത് ജീവിക്കുന്നു, പക്ഷേ ജാതിയുടെ പേരിൽ നമ്മൾ വ്യത്യാസങ്ങൾ കാണുന്നു. ആ വ്യത്യാസങ്ങൾ മാറ്റിയാൽ മാത്രമേ നമ്മൾ ജനാധിപത്യത്തിൻ്റെ പൂർണ്ണ ശക്തി നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. അതന്നെ ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചത്. അദ്ദേഹം ജാതിനെതിരെ മാത്രമായി, നിങ്ങൾക്ക് അറിയാമല്ലോ, മതത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അതിൻ്റെ അർത്ഥം ആലുവയിൽ അദ്ദേഹം 1924 ഒരു വലിയൊരു ഇന്റർഫെയ്ത്ത് കോൺഫറൻസ് നടത്തി. എല്ലാ മതത്തിൻ്റെ പ്രതിനിധികളെ അദ്ദേഹം ക്ഷണിച്ചു ആലുവയിൽ. ആലുവയിൽ അദ്വൈത ആശ്രമത്തിൽ വലിയൊരു സൈൻ അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? നമ്മളവിടെ വന്നിരിക്കുന്നത് തർക്കം ചെയ്യാനല്ല, അറിയാനും അറിയപ്പെടാനുമാണ്. സ്വയം അറിയാനും അറിയപ്പെടാനുമാണ്. അത് നമ്മളുടെ ആവശ്യം ഇപ്പോഴും ഉണ്ട്. 100 വർഷം കഴിഞ്ഞിട്ടൊന്നും സത്യമാണ്. 100 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ സ്വാമിജി വാറ്റിക്കനിൽ പോയിട്ട് ഈ ഒരേ ഇന്റർഫെയ്ത്ത് കോൺഫറൻസിന്റെ 100ാം വാർഷിക പോപ്പ് ഫ്രാൻസിസിന്റെ മുമ്പിൽ, മാർപ്പാപ്പയുടെ മുമ്പിൽ ആഘോഷിച്ചു. മാർപ്പാപ്പ പറഞ്ഞു, ശ്രീനാരായണ ഗുരു എല്ലാ മതത്തിനും കൊടുത്ത ആ കാലത്തെ സന്ദേശം ഇപ്പോഴും നമ്മൾക്ക് ആവശ്യമുണ്ട്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ ഇപ്പോൾ കൂടി ആക്രമണം ചെയ്യുന്ന ഒരു കാലത്തിൽ ഒരു സംശയവും വേണ്ട, ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചതാണ് ശരിയായിരിക്കും കാര്യം. പക്ഷേ നമ്മുടെ ശുഭാനന്ദ സ്വാമി പറഞ്ഞ പോലെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മൾ ശരിക്കും ശ്രീനാരായണ ഗുരു ആഗ്രഹിച്ച വിശ്വാസങ്ങളെ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടോ? എനിക്കൊരു സംശയവുമില്ല. സത്യം പറയുകയാണെങ്കിൽ അല്ല. നമ്മൾ ചിലപ്പോൾ നല്ല മനസ്സുകൊണ്ടും കൂടി ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ ആയിരുന്നില്ല. അദ്ദേഹം ആവശ്യപ്പെട്ടതും ഡോക്ടർ അംബേദ്കർ ആവശ്യപ്പെട്ടത് രണ്ടും ഒന്നായിരുന്നു. ജാതി എന്ന് പറഞ്ഞതേ വേണ്ട ഈ ലോകത്തിൽ. എന്തായിരുന്നു അംബേദ്കറിന്റെ വാക്ക് ഇംഗ്ലീഷിൽ? അന്നഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതിയുടെ ഉന്മൂലനം. ജാതിയെ വേണ്ട സംസാരം. പക്ഷെ നമ്മൾ അതാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്നത് ജാതിന്റെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് നമ്മൾ ജാതിയെ ഒരു അസറ്റാക്കി, നമ്മൾ ജാതിക്ക് പ്രതിനിധിത്വം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ജാതിയെ നമ്മൾ ഉന്മൂലിച്ചിട്ടില്ല, മാറ്റിക്കളഞ്ഞിട്ടില്ല.
ജാതി ഇപ്പോൾ നമ്മുടെ സ്വാമിത്വത്തിൽ എല്ലാ വിധത്തിലുണ്ട്. നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്താൽ കൂടി ഫോമിൽ നമ്മൾ ജാതി പറയണം. ജാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ചില റിസർവേഷൻസ്. ഇതായിരുന്നു ശ്രീ നാരായണ ഗുരു പഠിപ്പിച്ചത്. ഞാൻ സ്വാമിജിക്ക് അറിയാം, ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊരു പുസ്തകം എഴുതാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓരോരു പ്രഭാഷണങ്ങളും അദ്ദേഹം എഴുതിയ പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലാണ് ഇത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നമ്മളെ ചെയ്ത ടീച്ചിങ്സിൽ ഞാൻ എല്ലാവരുടെയും കാണുന്നത് ജാതിയെ വേണ്ടാന്ന്. പക്ഷെ ശരിക്ക് ജാതിയുടെ പ്രസക്തി ഈ 100 വർഷത്തിൽ കൂടുതലാണ് ആയിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾക്ക് എന്താ പറയേണ്ടത്? അത് ശ്രീനാരായണ ഗുരു എന്ത് പറഞ്ഞിട്ടുണ്ടാവും അതിനെക്കുറിച്ച് എനിക്ക് ഇന്നൊരു അഭിപ്രായമില്ലേ. നമ്മളുടെ മന്ത്രി ഉപദേശിച്ച പോലെ വാക്ക് ശുദ്ധി പാലിക്കുന്നില്ല. ഞാനിന്ന് വിവാദമുണ്ടാക്കാനല്ല നിൽക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചും ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാമിജിയുടെ അപ്പോൾ ഇരുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി ചോദിക്കാൻ ആവശ്യമുണ്ട്. ശരിക്കും നമ്മൾ